ഗൈസ് നമ്മുടെ പ്രധാന അവതാരകൻ ശങ്കരൻ ഇതുവരെ വന്നിട്ടില്ല. ശങ്കരൻ പെട്രോൾ അടിക്കാൻ പോയേക്കാണെന്ന് പറഞ്ഞേക്കണത്. പക്ഷെ അറിയാൻ പാടില്ല എവിടെയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് വിശക്കനുണ്ട്. അപ്പോൾ തന്നെ ഞാനൊരു കപ്പയും ഒരു ബീഫും പറഞ്ഞ് കൂടെ സിദ്ധാർത്ഥും. ഗൈസ് നമ്മുടെ പ്രധാന അവതാരൻ ശങ്കരൻ ഇതാ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത് പ്രധാന അധ്യാപകൻ ഞാറ്റുടി വ്ളോഗ്സ് ഇന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഒരു ഫുഡ് അടി പരിപാടിയിലേക്കാണ്. അതെ, കുണ്ടൂർ കടവ് ഷാപ്പിലാണ് ഞാറ്റുടി വ്ളോഗ്സ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, നമ്മുടെ പിള്ളേരുണ്ട്. ഇന്ന് നമ്മൾ ഇവിടുന്ന് കപ്പ, മീൻകറി, പോർക്ക്, പോത്ത് ഉൾപ്പെടെ കിട്ടാവുന്ന എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്തിട്ട് അതിനൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാറ്റുടി വ്ളോഗ്സ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, പോർക്കുണ്ടോ? പോത്തുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണം? എല്ലാം ഒരു പോർക്ക്, പിന്നെ ഒരു ബീഫ്, കാടമുട്ട, പിന്നെ അത് പറ, താറാവ്, ചിക്കൻ. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ? കാടയും കൊക്കൊക്കെ പോരെ? അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ മിണ്ടരുത്. താറാവ് വേണ്ട, മാങ്കുഴിക്ക് താറാവ് വേണ്ടെന്നാണ് പറയണേ. മാങ്കുഴി താറാവ് ഇഷ്ടപ്പെട്ടാണ് മാങ്കുഴിക്ക് വേണ്ട. പോർക്ക് ഞാൻ പറഞ്ഞു. എല്ലാവരും പറ്റി പറയാം, എന്നിട്ട് പറയാം. ചിക്കൻ വേറെ, ഫിഷ് എന്തോ ഏട്ടാ? കൊഴുവ, ഒരു കൊഴുവ വേണോ? കക്ക മതി. അപ്പോൾ ഒരു കക്ക, പിന്നെ കപ്പ ഒരു 3 പ്ലേറ്റ്. വേറെ എന്തോളേ? മീൻകറി അതോളെ, ഒരു കേരക്കറി. അപ്പോൾ കേരക്കറി നമ്മളൊന്ന് അടിക്കാൻ പോകുന്നത്. കേരക്കറി ആൾക്കാർ അടിക്കാറുണ്ട്. കപ്പ 3. അത് പൈസ വരും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ് എന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. 10 കറി വരും. വെയിറ്റ് ചെയ്യാ. ഒരു ലോഡ് സാധനം പറഞ്ഞുണ്ട്. എല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് പോകണുള്ളൂ. കേരക്കറിയാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇവിടെ ഏറ്റവും റേറ്റ് കേരക്കറിയാണ്. കാര്യം ശങ്കരൻ നല്ല വിശക്കൻ ഉണ്ടാവും. കാര്യം ഞാൻ ശങ്കരനെ പിടിച്ചോണ്ട് പോയേക്കണായിരുന്നു രാവിലെ. ഫുഡ് കഴിച്ചിട്ട് ഫുഡ് വന്ന് ഫുഡ് വന്ന് കാട, പോർക്ക്, ബീഫ്. അയ്യോ, ബാക്കി വരും. അപ്പൊ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ടേസ്റ്റ് അടിച്ചതിന്റെ റിവ്യൂ നമ്മളിപ്പോ തന്നെ പറയുന്നതായിരിക്കും. ലൈവ് റിവ്യൂ ഞാറ്റുടി ഗൈസ്, ലൈവ് റിവ്യൂ. അപ്പൊ നമ്മള് 3 ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യും, ബാക്കി ഞാൻ പറയണേ. അതുകൊണ്ടെന്താ പോർക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പോർക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു പോർക്ക് എടുത്തു. രാവിലെ തുടങ്ങി പട്ടികട. രാവിലെ കൊള്ളാം. ബീഫിന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് ആ പോർക്കിടന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാം. 2 സവാള കഴിക്കണ്ട. കൊള്ളാം, പോർക്ക് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഷാപ്പിലെ ഫുഡിന് ഭയങ്കര ഒരു ടേസ്റ്റ് എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഫാമിലീസ് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതൊക്കെ 2 റീസൺ. ഞാൻ ബീഫ് കൂടി കഴിക്കാൻ പോവാണ്. ഒരു ബീഫ് എടുത്തു. ആരും ടേസ്റ്റ് ചെയ്തു? ഞാൻ ടേസ്റ്റ് ചെയ്തു. വിശന്നട്ടാ, വിശപ്പിനൊരു സാധനം കൂടി ഉണ്ട്. അതുകൊണ്ട് ഈ ടേസ്റ്റിൽ അതൊക്കെ പെടും. യൂട്യൂബിൽ എടുക്കാൻ വേണ്ടി ഇവനെ എല്ലാം ടേസ്റ്റ് ചെയ്യും. ഗൈസ്, നിങ്ങൾ ടേസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. ബീഫ് കണ്ടും കിട്ടില്ലല്ലോ. കൊള്ളാം. ഞാൻ ടേസ്റ്റ് ചെയ്ത ബീഫിന് ചെറിയ കട്ടിയുണ്ട്, പക്ഷെ ബീഫിനെ കഴിക്കാൻ പറ്റുന്ന പറ്റിയാണ്. അടുത്ത് മുട്ട ടേസ്റ്റായിട്ട് മാങ്കുഴി വരുന്നുണ്ട്. കാടമുട്ടയെ പറ്റി പറയാൻ മാങ്കുഴി റിവ്യൂ പറഞ്ഞു പെട്ടെന്ന് വെച്ചിട്ട്. അത് കഴിക്കട്ടെ, കഴിച്ചിട്ട് പറയാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മുടെ പ്രേക്ഷകരെ സിൻസിയറായിട്ട് മറുപടി പറയാൻ അല്ലെങ്കിലും ഗൂഗിൾ ദാസ് കഴിഞ്ഞിട്ട് ആളുള്ളൂ. കുഴപ്പമില്ല, അതാണ് സിൻസിയർ മറുപടി. പോരാ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെട്ടില്ല, പോർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങൾ ഇഷ്ടപ്പെട്ട്. പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പൊ അത് നമ്മൾ മാനിക്കണം. അപ്പൊ സിദ്ധാർത്ഥിന്റെ അഭിപ്രായം മാനിക്കണം. അതുകൊണ്ട് സിദ്ധാർത്ഥിന് പോർക്ക് തിന്നണ്ട. പോർക്കിടാതെ അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് വായിക്കിട്ടാ ആദ്യം. കാടമുട്ട അത്ര അപ്പണ്ടി പറഞ്ഞ ശരിയാണ്. അത്ര ഗുമ്മായില്ല, അത്ര സുഖമായില്ല. കാടമുട്ട പ്രേക്ഷകർക്ക് വ്യൂവേഴ്സ് കാടമുട്ട
പക്ഷെ പോർക്ക് കൊള്ളാം. കാടമുട്ടയിലും കേരക്കറി എന്ന് പൊളിക്കും. കക്ക കൈയിട്ട് വരണുണ്ട് പക്ഷെ വേണ്ട. വീഡിയോ ഉണ്ടോ? അതെ, വ്യൂവേഴ്സ് ഇട്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യോ? നമ്മുടെ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയൊരു പിടി പിടിക്കാൻ പോകണം. ഭംഗിയുണ്ട്, പക്ഷേ ടേസ്റ്റ് ആവറേജ്, മോശം എന്ന് പറയാനില്ല. കുറച്ച് കുരുമുളകിന്റെ ഇത് അതെ അതിപ്രസരം കൂടുതലാണ് കാടമുട്ടയിൽ. കൊള്ളാം. നീ കക്ക ബീഫ് പൊളിയായിട്ടുണ്ട്. ഏറ്റവും അടിപൊളി ബീഫ് എനിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് അല്ല ഏറ്റവും അടിപൊളി ബീഫ്. കുറച്ച് കട്ടിയുണ്ട് പക്ഷെ കട്ടി നോക്കണം. പോർക്കിനേക്കാളും നല്ല ബീഫല്ലേ ഉള്ള കഴിച്ചാൽ ഏറ്റവും നല്ലത്. ഞാനൊരു ചെറിയ പോർക്ക് ഫാനാണ്. അല്ല കഴിച്ചാൽ ഏറ്റവും നല്ലത്. എനിക്ക് ബീഫും പോർക്കും ഇഷ്ടപ്പെട്ടു, രണ്ടും ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ട്, കാരണം ഞാൻ ചെറിയ കക്ക ഫാനാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോണം. അയ്യോ ഫസ്റ്റ് ഇത് നമുക്കൊന്ന് ചെയ്യാൻ പോവാം. ഒരുമിച്ച് തരണം. വീഡിയോ പർപ്പസ് കളിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യണേ. ആണല്ലേ, ഞാൻ പറ്റിക്കല്ലോ കേട്ടോ. മീൻകറി കൂട്ടി കുറച്ച് പത്തിരി ഇട്ട് കുറച്ച് കപ്പ എടുത്തു. ഞാൻ കുറച്ച് പത്തിരി മീൻ കിട്ടും. കേര കപ്പ കാടമുട്ടയും കുറച്ച് കിട്ടണം. കഴിക്കാൻ പോണേ. നീരോളം പത്തിരിനെ കുറച്ച് പോകുമ്പോൾ കപ്പ ഇടണം. പക്ഷെ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പ്ലേറ്റ് ഉണ്ട്. കുട്ടി പ്ലേറ്റ് എടുത്താ. അപ്പൊ നമ്മുടെ കുട്ടുകേര പത്തിരി കുട്ടി ഞാൻ പറയണേ കപ്പയാണ് കുറച്ചുകൂടി കോമ്പോ. അതിന് കഴിച്ചിട്ട് നല്ല 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 ഫുഡാ. ഞാൻ കക്കൂട്ടി പറിക്കാൻ പോവാം. നീ കക്കൂട്ടി പറിക്കല്ല, ഞാൻ മീൻചാരി കൊള്ളാം. ഓ ഇത് പിന്നെ വെള്ളം. അപ്പോൾ ഇതാണ് നമ്മളെ താറാവ് മപ്പാസ്. ഇപ്പോൾ കുണ്ടൂർ ഷാപ്പിലെ താറാവ് മപ്പാസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചൂടുണ്ട്, കൈകൊള്ളി, സോറി. അപ്പോൾ അപ്പം വേറെ അപ്പം വേണോ? അപ്പം വേണം. അപ്പം വേണമല്ലേ? ഒരു പീസ് താറാവ് മപ്പാസ് ചൂടുണ്ടാ. ഓക്കെ ഫൈൻ. വാവളി പോയിട്ട് മതി. ഇച്ചിരി വെള്ളം കൂടി കൊടുത്തടാ. താറാവ് മപ്പാസ് ഒരു പീസ് ഞാൻ അങ്ങ് മുക്കി അങ്ങ് സോക്ക് ചെയ്തു. ഞങ്ങൾ ശങ്കരനേരം തീർന്ന് കൊള്ളാം. നമ്മൾ ഇത്രയും നേരം കഴിച്ചൊരു ഗ്രേവി ടേസ്റ്റ് ചെയ്യല്ല, എന്തായാലും ഡിഫറെന്റ്. അന്ന് ഞാൻ കഴിക്കാം. സിദ്ധാർത്ഥ നീ കഴിക്കി. അപ്പം തീർത്താ കുറച്ചുകൂടി തിക്കാനും കുറച്ച് ടേസ്റ്റ് ഉണ്ടായേ. ഇത് കുറച്ചുകൂടി ലൂസായി പോയി, ബട്ട് ടേസ്റ്റ് ഉണ്ട്, മീറ്റ് ടേസ്റ്റ് ഉണ്ട്. താറാവിറച്ചിയും അപ്പവും കുണ്ടൂർ ഷാപ്പിൻ്റെ വൈബും ഇവിടെ സിദ്ധാർത്ഥ. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ലോഡ് ഫുഡ് നമ്മൾ അടിച്ച് കയറ്റി, ബട്ട് എത്ര ഡിഫറെൻറ്റ് വരുന്നു അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാം. ഇതിന് വേണ്ടി തന്നെ നമ്മൾ ഇറങ്ങിയതാണ്. താറാവ് എനിക്ക് ഗ്രേവി എത്ര ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും ലൂസായി പോയി അതല്ലേ. ഗ്രേവി കുറച്ച് കട്ടില്ലാത്ത ഗ്രേവിയാണ്, പക്ഷേ പീസ് വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് അല്ലേ. വെറൈറ്റി അത് കിട്ടുന്നുണ്ട്. അപ്പം കേട്ടോ അപ്പാസല്ലേ അപ്പാസം കേട്ടോ, അത് ഞങ്ങൾക്കറിയാം അപ്പാസം കേട്ടോ. നമ്മള് വെറൈറ്റി ഒരു ഡിഷ് പറയണമെന്നാണ് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. ശങ്കരൻ ഞാൻ സബ്സ്ക്രൈബറാണ്, ഞാൻ പറയുന്നത് വെറൈറ്റി ഒരു ഡിഷ് പറയുന്നത്. അപ്പൊ നമ്മൾ പോർക്ക് പറഞ്ഞു, പോത്ത് പറഞ്ഞു, കക്ക പറഞ്ഞു, കേര പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പൊ ജോലി പറയുന്നത് ഒരു കരിമീൻ പൊളിച്ചു പറയണം. അപ്പൊ നമ്മളൊരു കരിമീൻ പൊളിച്ചത് സെറ്റ് ചെയ്യാൻ പോവാം. എന്തായാലും ഇത്രയൊക്കെയായി. കരിമീൻ പൊളിച്ചുണ്ടാവും ഇവിടെ ഉണ്ടായി. അപ്പൊ ഇല്ലേ നാടൻ കോഴിക്കറി ലൈവ്. ഇപ്പോൾ നമ്മുടെ ഡിഷസ് ഏകദേശം കഴിഞ്ഞു, പക്ഷെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. കുറച്ചുകൂടി വരാണ്ട്, കുറച്ചാൾക്കൂടി വരാണ്ട്. അവര് കുറച്ചധികം പേഴ്സണൽ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു.
അപ്പോൾ ഇനി 1-2 ആൾക്കാർ വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഡിഷസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ജോലി പറയുന്നത് കരിമീൻ പൊള്ളിച്ചത് കിട്ടുമോ ഇല്ലയോ ചോദിച്ചു നോക്കാം. ഇല്ലെങ്കിൽ ഏതാണ് പൊള്ളിച്ചുള്ളത് അത് നമ്മൾ മേടിക്കും. കോഴീൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യാനുണ്ട് അത് ഒത്തിട്ടാണ്ട് പോയിക്കോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന 2 വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കുഞ്ചും നമ്മുടെ സ്വന്തം ആയിഷ ഹായ് പറഞ്ഞു. അടിപൊളി. അപ്പൊ നമ്മൾ ബാക്കി ഫുഡും കാര്യങ്ങളും പറയാൻ പോവാണ്. ഓൾറെഡി നമ്മളൊരു സെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഉമാരെത്തി നമ്മൾ ബാക്കി ഫുഡും പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു ഉമാരൊക്കെ വയറച്ച് ഫുഡാണ്. പക്ഷെ ഞാൻ ഇനി കഴിക്കും. കണ്ട പോർക്ക് വേണം. അതാണ് പോർക്ക് ഫാൻസ്. ഞാൻ ആദ്യം പോർക്ക പറഞ്ഞു. നല്ല ഓർക്കാം നല്ല ഓർക്കാം. മപ്പാസ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമ്മൾ ബാക്കി ഫുഡ് ഐറ്റംസ് പറയാം. അപ്പൊ കക്ക പോർക്ക് എത്തിണ്ട്. കുഞ്ചു പോർക്ക് കഴി, നീ കക്ക കഴി. നീ 2 കഴിച്ചിട്ടുണ്ടോ എനിക്ക് കഴിക്കാൻ. ഇപ്പൊ നെയ് പീസ് അതിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഉള്ള കാര്യം പറയാല. ഞാൻ ചെറിയൊരു നെയ് പീസ് ലവറാണ്. ഞാൻ ചെറിയ നെയ് ലവറാണ്. കക്ക വിളിച്ചോളേ കക്ക നമ്മൾ ഓൾറെഡി 2 പ്ലേറ്റ് പറഞ്ഞു അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് കക്കയാണ്. കക്ക 3-ാമത്തെ പ്ലേറ്റ്. അത് മൈൻഡ് ചെയ്യണ്ട. അത് മൈൻഡ് ചെയ്യണ്ട. അത് അങ്ങനെയാണ്. അത് കട്ട് ചെയ്തേക്കട്ടെ. അത് ലൈൻ കട്ട്. അത് റിവ്യൂടെ അല്ല വിശന്നിട്ടായിരിക്കുന്നതാണ്. ഞാൻ ചുറ്റിപ്പിള്ളേരെ പരിചയപ്പെടാം. ഇത് ആദർശ്, രമേശ് അണ്ണവൻ, ഇത് ആയുഷ് എൻ്റെ അനിയൻ ചേട്ടനാന്ന് പറയാൻ കണ്ടു കഴിഞ്ഞാൽ. ഇത് സിദ്ധാർത്ഥ് റേഷങ്കട, ഇത് അപ്പു, അയ്യോ ഇതുണ്ണി നമ്മുടെ കൂട്ടുകാരൻ പോവാണ്. അത് പറയണ്ടേ? സർപ്രൈസ് ആണോ? അല്ലല്ല, അത് അടുത്ത വീഡിയോയിലാണ്. ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് നമ്മുടെ അതറിയാലോ ശങ്കരൻ. ഗൈസ്, അപ്പോൾ ഞാറ്റുടി വ്ളോഗ്സിന്റെ ഫുഡ് അടി പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അറൗണ്ട് 2000 ആണ് ബില്ല് വന്നത്. അപ്പോൾ നല്ല ആംബിയൻസോട് കൂടി ചാലക്കുടി ആറിന്റെ സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ കുണ്ടൂർ കടവ് ഷാപ്പിലേക്ക് പോരുക. അങ്ങനെ ഞങ്ങൾ ഞാറ്റുടി വ്ളോഗ്സ് സൈനിങ് ഔട്ട് ചെയ്യാണ്. വി ആർ സൈനിങ് ഔട്ട് ഫ്രം കുണ്ടൂർ കടവ് ഷാപ്പ് ഗൈസ്. പത്തിരി ഉണ്ടായിരുന്നു. പൊറോട്ട